ഇല്ല. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഇങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ പലതും ഇങ്ങനെ വരും. ഞാൻ ഒരു ചെറുപ്പക്കാരനായ ഒരാൾ, നല്ല തലയെക്കെട്ടും കുപ്പായൊക്കെ ഇട്ട ഒരാൾ, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞതായി ഞാൻ കണ്ടു. അദ്ദേഹം പറഞ്ഞ വിഷയം ശത്രു സംഹാരത്തിന് ഒരു ദിക്റ് എന്ന നിലക്ക് അദ്ദേഹം സംസാരിച്ചു. ഞാൻ 2 ദിവസം മുമ്പ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനത്തെ സംഗതികളൊന്നും പറഞ്ഞ് ആളുകൾ കൺഫ്യൂഷനാക്കരുത് എന്ന് പറഞ്ഞു. എനിക്കാരാണ് പറഞ്ഞ ആളെന്ന് എനിക്കന്നറിയില്ല, മനസ്സിലാക്കിയിട്ടില്ല, എന്താ വിഷയമൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് കേട്ടതനുസരിച്ച് പറഞ്ഞു. അദ്ദേഹം ഇന്ന് വൈകുന്നേരം ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയതിന് ശേഷം വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അടുത്ത് അതപുകേടായിപ്പോയെങ്കിൽ ഒന്നും വിചാരിക്കരുത് എന്നൊക്കെ പറഞ്ഞു. അവർ അതപുകേടൊന്നുമില്ല. പക്ഷേ എൻ്റെ സ്വന്തം മകനാണെങ്കിലും എൻ്റെ സ്വന്തം ശിഷ്യനാണെങ്കിലും ഇനി ഞാൻ തന്നെയാണെങ്കിലും പറഞ്ഞ ആശയത്തിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അത് പരസ്യമായി പോയാൽ പരസ്യമായി തിരുത്താതെ നിർവാഹം ഉണ്ടാവില്ല. അതുകൊണ്ട് പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. തിരുത്തേണ്ടത് തിരുത്താതിരിക്കാൻ നിർവാഹം ഉണ്ടാവില്ല. പറയുമ്പോൾ ശ്രദ്ധിച്ച് പറയണം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ തന്നെ അത് എനിക്ക് അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞാൽ കൂടുതൽ നല്ലതാണ്. പക്ഷേ അള്ളാഹ് പറയാമെന്ന് പറഞ്ഞു. അദ്ദേഹം നല്ല കുട്ടിയാണ്, അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ദീനിൻ്റെ കാര്യം പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇന്നത്തെ ലോകത്തെക്കുറിച്ച് ആലോചിക്കണം. 4 ഭാഗത്തും യുക്തിവാദിയും നിരീശ്വരവാദിയും മതവിരോധിയും പുത്തൻവാദിയും ഈമാൻ തെറ്റിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് കൺഫ്യൂഷനാകുന്ന വിഷയങ്ങളും സംശയങ്ങളുണ്ടാക്കുന്ന വിഷയങ്ങളും പറയാൻ പാടില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ബിമാ യഅരിഫൂൻ, ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന വിഷയങ്ങൾ പറയണം. അത് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ എടുത്ത് ഉദ്ധരിച്ചില്ലേ? കാരണം വളരെ ശ്രദ്ധിക്കണം ദീനിൻ്റെ ദഅവത്തിൻ്റെ രംഗത്ത്. ഇനി മറ്റൊരു ടീം, അതേതാണെന്നറിയോ? ഇപ്പോൾ ഒരു ടീമുണ്ട്. അവരുടെ പരിപാടി നല്ല നീളക്കുപ്പായി ഇടുക, തലയെക്കെട്ട് കെട്ടുക, ഒരു തസ്ബീഹ് മാലയിൽ അതും കൈപിടിക്കുക. സംഗതി എന്തല്ല, മുയിലാറല്ല. പിന്നെ എന്താ പരിപാടി? മുയിലാമാരിങ്ങനൊക്കെ പറയുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി, എന്നിട്ട് അവരെ വകയിൽ കുറേ സംഗതി, അതിന് അവർ പേരിട്ട് ട്രോളുന്നോ എന്തെങ്കിലും പേര് പറയും. എന്നിട്ട് മൊയിലാരുടെ രൂപത്തിൽ പറയാൻ പറ്റാത്ത സംഗതി പറയുക, എന്നിട്ട് ക്ലിപ്പാക്കിയിട്ട് വിടുക. മൊയിലാമാരിങ്ങനൊക്കെ പറയുന്നു എന്നിട്ട് ആളുകൾ ഈമാൻ തെറ്റിക്കുക. അവർക്കെന്താണ്? അവർക്കതിനൊക്കെ സംഖ്യ കിട്ടാനുണ്ട്, എത്ര ആൾ കേൾക്കാനുണ്ട്, അതനുസരിച്ച് പണം കിട്ടാനുണ്ട്. യൂട്യൂബുകാരും അല്ലാത്ത ആളൊക്കെ പൈസ കൊടുക്കാനുണ്ട് എന്നാണ് പറയും. സുബ്ഹാന ജല്ല ജലാലു. നമ്മളൊന്നും ഇതുവരെ 5 പൈസ അമ്പകയിൽ വാങ്ങിയിട്ടുമില്ല, കിട്ടിയിട്ടുമില്ല, വാങ്ങാനായിട്ട് വിചാരിച്ചിട്ടുമില്ല. അതേ സമയത്ത് എങ്ങനെങ്കിലും പണം ഉണ്ടാക്കണം എന്നാണ് ചിലരുടെ ധാരണ. അതിന് ആളുകൾ കേൾക്കാൻ വേണ്ടി മുസ്ലിയാരെ വേഷത്തിൽ ദീനിന് പറയാൻ പാടില്ലാത്ത പലതും പറയുക. മുലാമാരിങ്ങനൊക്കെ പറയുന്നുണ്ടെന്ന് വരുത്തി തീർക്കുക. അവരോട് ഒരൊറ്റ കാര്യം പറയാൻ, മുസ്ലിമീങ്ങളാണെങ്കിൽ അവരോടൊരു കാര്യം പറയാം, അല്ലാത്തവരോട് വേണ്ട കാര്യമില്ലല്ലോ. ഇതിൻ്റെ ശേഷം അല്ലാഹു തആല പറയുന്നത് എന്താണ്? വദരില്ലദീന തഖദൂ ദീനഹും ലഇബൻ വലഹ്വാ. ദീനിനെ കളിയും തമാശയുമാക്കിയ കക്ഷികൾ, അവരെ വിട്ടേക്കൂ നബിയേ. വഗറത്ഹുമുൽ ഹയാത്തുദ് ദുനിയ, അവരെ ദുന്യവിയായ ജീവിതം വഞ്ചിച്ചിരിക്കുന്നു. അവർക്ക് പണം വേണം, അവർക്ക് പൈസ വേണം, അതിനെന്തും ചെയ്യാൻ തയ്യാറാണവർ. അവർ വലിയ ഹലാക്കിലേക്ക്, നാശത്തിലേക്ക് പോയി വീഴുകയാണ്. ഖുർആൻ ഓതിയിട്ട് അവർക്ക് ഉത്ബോധനം നടത്തൂ നബിയേ. അവർ ദീനിനെ പരിഹസിക്കുകയാണ്, ദീനിനെ കളിയാക്കുകയാണ്, ദുനിയാവിൽ കാര്യം കിട്ടാൻ വേണ്ടിയാണ്. വദക്കിർ ബിഹി അൻ തുബ്സല നഫ്സും ബിമാ കസബത് ലൈസ ലഹാ മിൻ ദൂനില്ലാഹി വലിയ്യും വലാ ശഫീ. തെറ്റ് ചെയ്തിട്ട് പടച്ച റബ്ബിൻ്റെ അടുക്കലേക്ക് ചെന്നാൽ അല്ലാഹുവല്ലാതെ അവർക്ക് സംരക്ഷകനില്ല, അല്ലാഹുവല്ലാതെ അവർക്ക് റെക്കമെൻഡ് ചെയ്യാനൊരു മഹാനും തയ്യാറാകൂല. വഇൻ തഅദിൽ കുല്ല അദിലിൻ ലാ യൂഖദ് മിൻ, അവിടെ എത്തിയിട്ട് യൂട്യൂബ് മുഖേനയോ അല്ലാതെയോ ഉണ്ടാക്കിയ മുഴുവൻ സംഖ്യയും കൊടുത്താലും അല്ല ഇവിടെ ലോകത്തുള്ളതെല്ലാം കൊടുത്താലും അതൊന്നും അവിടെ വാങ്ങിയിട്ട് പടച്ചവന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഉലൈകല്ലദീന ഉബ്സിലൂ ബിമാ കസബൂ, പ്രവർത്തിച്ച തെറ്റായ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളാൽ നാശത്തിൽ പോയി ചാടിയവരാണവർ.
അവർ ലഹും ശറാബും മിൻ ഹമീമിൻ വഅദാബുൻ അലീം. അവർക്കതാ കഠിനമായ ചൂടുള്ള പാനീയം അതേ പടച്ച റബ്ബ് കൊടുക്കുന്നു നരകത്തിൽ വെച്ച്. വഅദാബുൻ അലീം, വേദനിപ്പിക്കപ്പെടുന്ന ശിക്ഷയും നൽകുന്നു. വെറുതെയല്ല, ബിമാ കാനൂ യക്ഫുറൂൻ, അവർ അല്ലാഹുവിൻ്റെ ദീന് കൊണ്ട് കളിച്ചില്ലേ, ആലിമീങ്ങളെ വേഷം കെട്ടി പരിഹസിച്ചില്ലേ, പടച്ചവൻ്റെ ദീന് കൺഫ്യൂഷനാക്കാൻ വേണ്ടി അവർ പലരും പുറത്തിട്ട് ജനങ്ങളെ വഞ്ചിച്ചില്ലേ, അവരവിശ്വാസത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയതിനാൽ അവർ നരകത്തിൽ യാതന അനുഭവിക്കുന്നു. അതുകൊണ്ട് പറയട്ടെ, പണം കിട്ടുമെന്ന് മനസ്സിലാക്കി ആലിമീങ്ങളെ പരിഹസിക്കുന്നവരും ആലിമീങ്ങളെ വേഷം കെട്ടി പലതും പറഞ്ഞ് അതിലൂടെ കുറേ യൂട്യൂബിൽ ആളുകൾ കേട്ട് പണമുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നവരും ദുന്യാവ് മാത്രം ചിന്തിച്ചാൽ പോരാ. മുസ്ലിമീങ്ങളാണോ? സ്വർഗത്തിലും നരകത്തിലും വിശ്വാസമുണ്ടോ? ആഖിറത്തിൽ വിശ്വാസമുണ്ടോ? അവർ നന്നായി ആലോചിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി ഞാൻ എൻ്റെ പ്രസംഗം നിർത്തട്ടെ. അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല എവിടെയും എപ്പോഴും ഹക്ക് ഹക്കായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്താനും പ്രചരിപ്പിക്കാനും നമുക്കും നമ്മുടെ വിദ്യാർത്ഥികൾക്കും മുതഅല്ലിമീങ്ങൾക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ.